ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. ബൈബിൾ അപഗ്രഥന ക്ലാസ്സുകളിൽ നാം ഈ ക്ലാസ്സിൽ ബൈബിളിലെ 16-ാമത്തെ പുസ്തകമായ നെഹമ്യാവിൻ്റെ പുസ്തകമാണ് പരിശോധിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നാം എസ്രായുടെ പുസ്തകം പരിശോധിച്ചപ്പോൾ നെഹമ്യാവിനെക്കുറിച്ച് പരാമർശിച്ചിരുന്നത് ഓർമ്മയുണ്ടാകുമല്ലോ. പ്രവാസ കാലഘട്ടത്തിൽ മടങ്ങി വരുന്ന ശേഷിപ്പിനെക്കുറിച്ചാണ് എസ്ര, നെഹമ്യാവ് പുസ്തകങ്ങൾ പറയുന്നത് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. മടങ്ങി വരാതിരുന്ന ആളുകളെക്കുറിച്ചാണ് എസ്തേറിൻ്റെ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. പ്രവാസ സമയത്ത് തകർന്നുപോയ യെരുശലേമിൻ്റെ മതിൽ പണിയുക എന്നുള്ളതായിരുന്നു നെഹമ്യാവിൻ്റെ ദൗത്യം. തകർന്നുപോയ ആലയം പണിയാനായിട്ടാണ് സെരുബ്ബാബേലിൻ്റെ നേതൃത്വത്തിലും എസ്രയുടെ നേതൃത്വത്തിലും ജനം മടങ്ങി വന്നത്. സെരുബ്ബാബേൽ ആലയം പണിതു, എസ്ര ജനത്തെ പണിതു. എസ്രയുടെ ജനത്തെ പണിയുന്ന പരിപാടി വീണ്ടും തുടരുന്നുണ്ട്. അതിനിടയ്ക്കാണ് മതിൽ പണിയുന്നതിനായിട്ട് നെഹമ്യാവ് വരുന്നത്. നെഹമ്യാവിനെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ വ്യക്തമായ ആത്മീയ ബോധമുള്ള ഒരാത്മീയ നേതാവായിരുന്നു നെഹമ്യാവ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം ദൈവത്തിൽ പൂർണ്ണ ആശ്രയം അർപ്പിച്ച് മാതൃകയുള്ള നേതൃത്വ പാടവം വെളിപ്പെടുത്തിയ, നമുക്കെല്ലാവർക്കും അനുകരിക്കാൻ കൊള്ളാവുന്ന നല്ലൊരു ആത്മീയ നേതാവാണ് നെഹമ്യാവ്. അതുകൊണ്ട് നെഹമ്യാവിനെക്കുറിച്ച് പഠിക്കുന്നതും അദ്ദേഹത്തിൻ്റെ ചരിത്രവും പ്രവർത്തന രീതിയും നേതൃത്വ പാഠവും എല്ലാം പരിശോധിക്കുന്നത് നല്ലതാണ്. നമുക്ക് ചുരുക്കമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് അറിയേണ്ട, ഈ പുസ്തകത്തെക്കുറിച്ച് അറിയേണ്ട കാര്യങ്ങളെല്ലാം ഈ ക്ലാസ്സിൽ നോക്കാം. നെഹമ്യാവിൻ്റെ പുസ്തകത്തിന് ആകെ 13 അധ്യായങ്ങളാണുള്ളത്. എഴുത്തുകാരൻ നെഹമ്യാവ് തന്നെ ആയിരിക്കാനാണ് സാധ്യത. 13 അധ്യായങ്ങളുള്ള പുസ്തകം നെഹമ്യാവ് രചിച്ചത്. ഈ പുസ്തകത്തിലെ പ്രധാനപ്പെട്ട ആശയം പ്രാർത്ഥന, പ്രവർത്തനം. ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ പ്രെയർ ആൻഡ് വർക്ക്, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, ഞാൻ ഇരുന്നു, കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു എന്നാണ്. 1:4. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു, കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥനാ ജീവിതത്തിൻ്റെ ആ ഡയമെൻഷനാണ് കാണുന്നത്. ഇരുന്നു, കരഞ്ഞു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു. പക്ഷേ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയല്ല ചെയ്തത്. 6-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം വായിക്കുമ്പോൾ, ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു, വർക്ക്, പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു. ഞാൻ വെറുതെ ഇരിക്കുകയല്ല, പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരിക്കുകയല്ല. ഞാൻ അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ അയച്ചു, ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു. ഞാനൊരു വലിയ വേല ചെയ്തു വരുന്നു. സോ പ്രെയർ ആൻഡ് വർക്ക്, പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും. പ്രാർത്ഥിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ, പ്രവർത്തിച്ചുകൊണ്ട് മാത്രം ഇരുന്നാൽ പോരാ. ഇത് രണ്ടും കൂടെ സമഞ്ജസമായിട്ട് സമ്മേളിക്കണം. പ്രാർത്ഥിക്കുകയും വേണം, പ്രവർത്തിക്കുകയും വേണം. പ്രവർത്തിക്കുകയും വേണം, പ്രാർത്ഥിക്കുകയും വേണം. പ്രധാനപ്പെട്ട സന്ദേശം ദൈവവേല വിജയിക്കുവാൻ ആവശ്യമായ ഗുണവിശേഷങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എങ്ങനെയാണ് ഹൗ വി ക്യാൻ സക്സസ്ഫുള്ളി വർക്ക് ഫോർ ദ ലോഡ്. കർത്താവിന് വേണ്ടി വിജയകരമായിട്ട് ശുശ്രൂഷ അർപ്പിക്കണമെങ്കിൽ വി നീഡ് പ്രെയർ, വി നീഡ് പെയിൻസ് ആൻഡ് പെർസീവറൻസ്. നമുക്ക് പ്രാർത്ഥന വേണം, കഷ്ടത വേണം, സഹനശക്തി വേണം. ഇതിനെല്ലാം അതിജീവിച്ച് മാത്രമേ നമുക്ക് വിജയത്തിലേക്ക് പോകാനൊക്കെ ഉള്ളൂ. വിജയകരമായൊരു ദൈവവേല നിവർത്തിച്ചെടുക്കുന്നതിന് നെഹമ്യാവ് നമുക്ക് വലിയ പ്രചോദനമാണ് എന്നുള്ള കാര്യം ഓർക്കുക. പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക. ഇതിനിടയ്ക്ക് കഷ്ടത വരും, അപ്പോൾ സഹനശക്തി ആവശ്യമാണ്. പെയിൻസ് ആൻഡ് പെർസീവറൻസ്. പ്രെയറുണ്ട്, വർക്കുണ്ട്. പക്ഷേ അതിനിടയ്ക്ക് കഷ്ടതകളും വെല്ലുവിളികളും സഹിക്കാനുള്ള കൃപയും എല്ലാം നമുക്ക് ചേർന്ന് വരുമ്പോഴാണ് ദൈവത്തിന് വേണ്ടി ധീരമായിട്ടൊരു പ്രവൃത്തി ചെയ്തെടുക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കുന്നത്. പുസ്തകം 13 അധ്യായങ്ങളുണ്ടെന്ന് പറഞ്ഞല്ലോ. 2 ഭാഗങ്ങളായിട്ട് വിഭജിക്കാം. 1 മുതൽ 6 വരെയും 7 മുതൽ 13 വരെയും. 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങളിൽ യെരുശലേമിൻ്റെ തകർന്നുപോയ മതിൽ പുതുക്കി പണിയുന്നതാണ് നാം കാണുന്നത്. റീബിൽഡിങ് ഓഫ് ദി സിറ്റി വാൾസ് ഓഫ് ജെറൂസലേം. എന്നാൽ 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ ജനത്തെ പുതുക്കി പണിയുകയാണ്. റീഇൻസ്ട്രക്റ്റിംഗ് ദ പീപ്പിൾ. അവരെ പുതുക്കി പഠിപ്പിക്കുന്നു, പുതുക്കി പണിയുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ആലയം, മതിൽ ഇതൊക്കെ പണിയാൻ എളുപ്പമാണെന്ന് ചിന്തിച്ചാൽ അറിയാം, അല്ലേ? ആലയം പണിയാൻ എളുപ്പമാണ്, മതിൽ പണിയാൻ എളുപ്പമാണ്. പക്ഷേ ആലയത്തിൽ ആരാധിക്കാൻ വരുന്ന ആളുകളും ഈ മതിലിനകത്ത് ജീവിക്കുന്ന ആളുകളും വേർപെട്ടവരും വിശുദ്ധിയുള്ളവരും വചനം അനുസരിക്കുന്നവരും ദൈവഹിതപ്രകാരം ജീവിക്കുന്നവരും അല്ലെങ്കിൽ ഇതൊക്കെ പിന്നെ ഇടിഞ്ഞു പോകും. അനുസരണക്കേട് നിമിത്തമാണ് പ്രവാസത്തിലേക്ക് പോയത്, ആലയം ഇടിഞ്ഞു പോയത്, മതിൽ ഇടിഞ്ഞു പോയതെന്നൊക്കെ ഓർക്കുന്നുണ്ടാകുമല്ലോ. അതുകൊണ്ട് ജനത്തെ പഠിപ്പിക്കുക, ജനത്തെ പണിയുക എന്നുള്ള ക്ലേശകരമായ ദൗത്യവും നെഹമ്യാവ് ഏറ്റെടുക്കുന്നുണ്ട്. ആദ്യത്തെ 6 അധ്യായങ്ങളിൽ മതിൽ പണിയുന്നു. 7 മുതൽ 13 വരെയുള്ള അധ്യായങ്ങളിൽ ജനത്തെ പഠിപ്പിച്ച് ജനത്തെ
പുതുക്കി പണിയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പുസ്തകം ഒരു പുനർനിർമ്മാണത്തിൻ്റെ പുസ്തകമാണ്. ബുക്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ എന്ന് വേണമെങ്കിൽ പറയാം. പുനർനിർമ്മാണം. മതിലും പണിയുന്നു, ജനത്തെയും പണിയുന്നു. സദൃശ്യവാക്യം 25-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം ഈ പുസ്തക പഠനത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു വാക്യമാണ്. സദൃശ്യവാക്യം 25-28. ആത്മസംയമം ഇല്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. ആത്മസംയമനമില്ലാത്ത പുരുഷൻ മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുന്ന പട്ടണം പോലെയാകുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ദ്രിയജയം, ആത്മസംയമം ആവശ്യമാണ്. നമ്മുടെ വ്യക്തിജീവിതം പണിയുവാനും ദൈവ വേല ചെയ്യുവാനും ഒക്കെ ആത്മസംയമം വേണം. മതിലില്ലാതെ ഇടിഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും കയറി വരാം, എന്തിനും വരികയും പോവുകയും ചെയ്യാം. അങ്ങനെ ഉള്ളൊരു പട്ടണമായിട്ട് ഇരിക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച്, ദൈവജനത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുക. നമുക്ക് ഈ അധ്യായങ്ങളിലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിയാൽ 1 മുതൽ 6 വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ മതിൽ പണിയുടെ കാര്യമാണെന്ന്. നെഹമ്യാവിനെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ ചിന്തിക്കുമ്പോൾ ശൂഷൻ രാജധാനിയിലെ പാനപാത്രവാഹകനായ നെഹമ്യാവ് യെരുശലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു, അത് പണിയണം എന്നുള്ള ദൗത്യം ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കുന്നതാണ് നാം കാണുന്നത്. അങ്ങനെ ഒരു ന്യൂസ് അദ്ദേഹത്തിന് കിട്ടിയപ്പോൾ അതേക്കുറിച്ച് പ്രാർത്ഥിക്കുകയും ഒരു പ്രവർത്തന പദ്ധതി, കർമ്മ പരിപാടി തയ്യാറാക്കുകയും ചെയ്ത് ആ ദൗത്യം അദ്ദേഹം പൂർത്തീകരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ദേശാധിപതിയായി നിയമിക്കപ്പെടുന്നുണ്ട്. ദേശാധിപതിയായ നെഹമ്യാവ് ജനത്തെ പഠിപ്പിക്കുകയും ദൈവവചനത്തിലേക്ക് അവരെ മടക്കി കൊണ്ടുവരികയും ചെയ്തു. അതിന് പ്രാവീണ്യമുള്ള എസ്രാ പോലുള്ള ശാസ്ത്രിമാരെ അതിനായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. 7 മുതൽ 13 വരെയുള്ള അധ്യായത്തിലാണ് ജനത്തെ പഠിപ്പിച്ച് അവരെ മടക്കി കൊണ്ടുവരുന്നതിൻ്റെ ചരിത്രം നാം കാണുന്നത്. എന്നിട്ട് പുതുതായി ജനസംഖ്യ എടുക്കുകയും മതിൽ പ്രതിഷ്ഠിക്കുകയും ജനത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ തുടരുകയും ചെയ്യുന്നതായിട്ട് 13-ാം അധ്യായത്തിൽ വീണ്ടും നമുക്ക് വായിക്കാം. ഒരു പക്ഷേ അപ്പോസ്തലനായ പൗലോസ് തൻ്റെ ദൗത്യങ്ങളോടുള്ള ബന്ധത്തിൽ 1 കൊരിന്ത്യർ ലേഖനം 16:9 ഇങ്ങനെ ഒരു വാക്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്: എനിക്ക് വലിയതും സഫലവുമായ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികളും പലർ ഉണ്ട്. എനിക്ക് വലിയതും സഫലവുമായൊരു വാതിൽ തുറന്നിരിക്കുന്നു, എതിരാളികൾ പലരുണ്ട്. അപ്പോൾ നമ്മൾ അറിയേണ്ടത് there is opportunity, but opportunity is always faced with opposition, or there is no opportunity without opposition. എതിർപ്പുകളില്ലാതെ അവസരങ്ങൾ ഒരിക്കലും വരികയില്ല. അവസരങ്ങൾ വരുമ്പോൾ, അവസരത്തിൻ്റെ വാതിലുകൾ തുറക്കുമ്പോഴൊക്കെ എതിർപ്പിൻ്റെ വാതിലുകളും തുറക്കും. ഓപ്പൺ ഡോർ വിത്ത് മെനി അഡ്വേഴ്സറീസ്. ആ കാര്യം നമ്മൾ ഓർത്തിരിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രവേശിക്കുന്നത് തടയാനായിട്ടാണ്. വിശ്വാസത്താൽ നാം പ്രവേശിക്കണം, വിശ്വാസത്താൽ നാം പണിയണം. അതിനെ തടസ്സപ്പെടുത്തുന്നതിനായിട്ട് പലതരത്തിലുള്ള ശത്രുക്കളും എതിരാളികളും പ്രതിബന്ധങ്ങളും ഒക്കെ വരും. അങ്ങനെ വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകുവാനായിട്ടാണ് ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. നമുക്ക് നെഹമ്യാവിൻ്റെ ജീവചരിത്രവും ഈ പുസ്തകത്തിലെ ചരിത്ര പശ്ചാത്തലങ്ങളെല്ലാം ഒന്ന് ചുരുക്കത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 2-10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ശൂഷൻ രാജധാനിയിലെ പാനപാത്രവാഹകനായിരിക്കുന്ന നെഹമ്യാവിനെയാണ് നാം കാണുന്നത്. 2-5 വായിക്കുകയാണെങ്കിൽ അദ്ദേഹം യഹൂദ ഗോത്രക്കാരനാണ്, എന്നാൽ വളർന്നത് പ്രവാസത്തിലാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. 1-ാം അധ്യായത്തിൻ്റെ 11-ാം വാക്യത്തിൽ നാം കാണുന്നത് ഔദ്യോഗികമായിട്ട് അദ്ദേഹം ഉയർന്ന് രാജാവിൻ്റെ പാനപാത്രവാഹകനായി എന്ന് പറഞ്ഞാൽ ഒരു വളരെ ഉന്നത പദവിയാണ്. രാജാവിൻ്റെ ആരോഗ്യവും അദ്ദേഹത്തിൻ്റെ രക്ഷയുമൊക്കെ ഈ പാനപാത്രവാഹകൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് വളരെ കീ പൊസിഷനിലാണ് അദ്ദേഹം വന്നിരിക്കുന്നത്. പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞപ്പോൾ മോശം ജോലിയാണ് എന്ന് കരുതരുത്. 2-ാം വാക്യം വായിച്ചാൽ, 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം വായിച്ചാൽ സഹോദരനായ ഹനാനിയാണ് മറ്റു ചില പുരുഷന്മാരും കൂടെ ചേർന്നാണ് യെരുശലേമിൻ്റെയും യഹൂദയുടെയും ശോചനീയമായ അവസ്ഥ നെഹമ്യാവിനെ അറിയിക്കുന്നത്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ, നെഹമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം: എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദായിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു. ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും യെരുശലേമിനെക്കുറിച്ചും ചോദിച്ചു. അതിന് അവർ എന്നോട്, പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു. യെരുശലേമിൻ്റെ മതിലിടിഞ്ഞും അതിൻ്റെ വാതിലുകൾ തീവച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു. ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു.
കുറെ നാൾ ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു പറഞ്ഞതെന്തെന്നാൽ. ഇങ്ങനെയാണ് അദ്ദേഹം ഈ വിവരം അറിയാനിടയായത്. കഴിഞ്ഞ 100 വർഷങ്ങൾക്ക് മുമ്പ് ബാബിലോണിയ ആക്രമണത്തിൽ മതിൽ ഇടിഞ്ഞുപോയി, വാതിലുകൾ തീ വെച്ച് ചുട്ടുപോയി. ദിനവൃത്താന്ത പുസ്തകം പഠിച്ചപ്പോൾ നാം ആ കാര്യങ്ങളൊക്കെ പഠിച്ചത് ഓർക്കുക. ഇപ്പോൾ വായിച്ച് കേട്ടതുപോലെ ഈ വിവരം അറിഞ്ഞതു മുതൽ നെഹമ്യാവ് ദുഃഖിച്ചു, ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ചു. ഈ പ്രാർത്ഥനയും ഉപവാസവും ദൈവമുഖം അന്വേഷിക്കലും ഒക്കെ 4 മാസം നീണ്ടു. 1-ന്റെ 1-ഉം 2-ന്റെ 1-ഉം വായിച്ചാൽ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. 1-ന്റെ 1-ലെ കിസ്ലേവ് മാസം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഹക്കല്യാവിന്റെ മകനായ നെഹമ്യാവിന്റെ ചരിത്രം 20-ാം ആണ്ടിൽ ക്ലിസ്ലേവ് മാസത്തിൽ ഞാൻ ശൂശൻ രാജധാനി. നമുക്കിപ്പോൾ വേണ്ടത് കിസ്ലേവ് മാസം എന്നുള്ളതാണ്. 2-ന്റെ 1-ൽ വരുമ്പം നീസാൻ മാസം. നീസാൻ മാസത്തിൽ അപ്പം 9-ാം മാസം മുതൽ 1-ാം മാസം വരെ 4 മാസം നീണ്ട ഒരു പ്രാർത്ഥനയാണ് അദ്ദേഹം നടത്തിയത്. 1-2 ദിവസമല്ല. ആ സമയത്ത് അദ്ദേഹം വളരെ ഗൗരവമായി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുകയൊക്കെ ചെയ്തിരുന്നത് കൊണ്ട് തൻ്റെ മുഖം വാടി. രാജാവ് അത് നോട്ട് ചെയ്തു. രാജാവ് അവനോട് ചോദിച്ചു, എന്താ നിന്റെ മുഖം വാടിയിരിക്കുന്നത്? 2-ാം അധ്യായത്തിലുണ്ടല്ലോ, ഇത് മനോദുഃഖമല്ലാതെ മറ്റൊന്നുമല്ല. അപ്പോൾ അദ്ദേഹം വിവരം രാജാവിനെ അറിയിച്ചു. രാജാവിനോട് ഒരു അവധി അപേക്ഷ കൊടുത്തു. രാജാവ് അവധി അനുവദിച്ചു. അദ്ദേഹം യെരുശലേമിൽ എത്തി തകർച്ചയുടെ സ്ഥിതിവിവര കണക്കെടുത്തു. എന്നിട്ട് പണിയാനായിട്ട് ആരംഭിച്ചു. പണിയാൻ ജനത്തെ പ്രോത്സാഹിപ്പിച്ചു. അതാണ് 1-ഉം 2-ഉം അധ്യായത്തിൽ നാം കാണുന്നത്. 3-ാം അധ്യായത്തിൽ വേല പല പല കൂട്ടങ്ങളെ ഏൽപ്പിക്കുന്നതാണ് നാം കാണുന്നത്. എല്ലാവരും കൂടെ പണിയല്ല, അല്ലെങ്കിൽ ഒരറ്റം തൊട്ട് പണിയല്ല, ഓൾ വർക്കിംഗ് അറ്റ് ദ സെയിം ടൈം. എല്ലാവരും ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് അല്ലേ, പല പല ആളുകൾ ഒരേ സമയത്ത് തന്നെ പണിതുകൊണ്ടിരിക്കുന്നതാണ് നാം കാണുന്നത്. ഇറ്റ് വാസ് സോ സക്സസ്ഫുൾ. ഓപ്പോസിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ എല്ലാവരും അവരവരുടെ വീടിൻ്റെ, അവരവർ താമസിക്കുന്നതിൻ്റെ അടുത്തുള്ള ഭാഗങ്ങളൊക്കെ ഇങ്ങനെ പണിതതുകൊണ്ട് മതിൽ പണി 52 ദിവസം കൊണ്ട് പൂർത്തിയായി. 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിച്ചാൽ അത് പൂർത്തീകരിച്ച കാര്യം നമുക്ക് കാണാം. ഇങ്ങനെ മതിൽ 52 ദിവസം പണിതു. കണ്ടോ, 52 ദിവസം പണിതു. ഏലൂൽ മാസം 25-ാം തീയതി തീർന്നു. പണി തീർന്നു. 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ മതിൽ പണി തീർത്തതിന് ശേഷം കതകുകൾ വെച്ചു, അല്ലെങ്കിൽ ഗേറ്റുകൾ വെച്ചു എന്ന് നമുക്ക് കാണാം. എന്നാൽ മതിൽ പണി തീർത്ത് കതകുകൾ വെക്കുകയും. So all these things were completed in 6 months' time. That was a time allotted by the king of Persia. പേർഷ്യൻ രാജാവ് അനുവദിച്ച 6 മാസക്കാലം കൊണ്ട് മതിൽ പണിയും കതകുകൾ വെക്കുന്നതും എല്ലാം അദ്ദേഹം തീർത്തെടുക്കുന്നതാണ് നാം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ വാട്ട് വാസ് ദ സീക്രട്ട് ഓഫ് ഹിസ് സക്സസ്? എന്താണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ രഹസ്യം എന്ന് നാം അന്വേഷിക്കണം. അങ്ങനെയാണ് അദ്ദേഹം മാതൃകയുള്ള, അനുകരിക്കാൻ കൊള്ളാവുന്ന ഒരു ആത്മീയ നേതാവാകുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ വി സീ എ ബ്ലെൻഡ് ഓഫ് പ്രാക്ടിക്കൽ ഓർഗനൈസേഷൻ ആൻഡ് സ്പിരിറ്റ് ലെഡ് ലീഡർഷിപ്പ്. പ്രായോഗിക ബുദ്ധിയും ആത്മനിറവുള്ള നേതൃത്വവും. പ്രായോഗിക ബുദ്ധി ഉണ്ടായിരുന്നു, അതേസമയം തന്നെ ആത്മനിറവുണ്ടെന്ന് അനുഭവപ്പെടുന്ന പല ആളുകൾക്കും പ്രായോഗിക ബുദ്ധിയില്ല. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തതായിട്ടാണ് നമുക്ക് നെഹമ്യാവിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹം ദൈവത്തോട് പ്രാർത്ഥിച്ചു. 4-9 നോക്കിയാട്ടെ, ദൈവത്തോട് പ്രാർത്ഥിച്ചു, രാവും പകലും കാവൽക്കാരെയാക്കി. എതിർപ്പൊക്കെ ഉള്ളതുകൊണ്ട്, ഈ മതിൽ ഇടിച്ചു കളയാൻ സാധ്യതയുള്ളതുകൊണ്ട് പ്രാർത്ഥിക്കുക മാത്രമല്ല പ്രവർത്തിക്കുകയും ചെയ്തു. തുടക്കത്തിലേ പറഞ്ഞല്ലോ, പ്രാർത്ഥന പ്രവർത്തനം. 4-9 ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. സോ മിക്സിംഗ് സ്പിരിച്വാലിറ്റി വിത്ത് പ്രാക്ടിക്കൽ സ്റ്റെപ്സ്. ആത്മീയതയും പ്രായോഗിക ബുദ്ധിയും രണ്ടും കൂടെ ഒരുമിച്ച് ചേരുന്നത് നമുക്ക് കാണാം. അപ്പോൾ അവിടെ കാവൽക്കാരെ ആക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ എതിർപ്പുകൾ ഉണ്ടായിരുന്നു. പുറത്തു നിന്നുള്ള എതിർപ്പുകളുണ്ട്, അകത്തു നിന്നുള്ള എതിർപ്പുകളുമുണ്ട്. പുറത്തു നിന്നുള്ള എതിർപ്പുകൾ എന്ന് പറഞ്ഞാൽ നിന്ദയുണ്ടായിരുന്നു, പരിഹാസമുണ്ടായിരുന്നു, യുദ്ധമുണ്ടായിരുന്നു, കൂട്ടുകെട്ടുണ്ടായിരുന്നു, ബലപ്രയോഗമുണ്ടായിരുന്നു, ഗൂഢാലോചന തന്ത്രങ്ങളുണ്ടായിരുന്നു, കള്ളപ്രവചനം ഉണ്ടായിരുന്നു, ഒരുപാട് കാര്യങ്ങൾ. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിലും പറഞ്ഞതുപോലെ ഡിസ്ക്രിപ്ഷൻ പേജിൽ പോയിട്ട് ലിങ്ക് ക്ലിക്ക് ചെയ്താൽ വിശദാംശങ്ങൾ നിങ്ങൾക്ക് കിട്ടും. പുറത്തു നിന്ന് വന്ന എതിർപ്പുകൾ, നിന്ന, പരിഹാസം ഇന്നുമുണ്ട്. നമ്മൾ ദൈവവേല ചെയ്യുമ്പോൾ നിന്ന, പരിഹാസം, യുദ്ധം, കൂട്ടുകെട്ടുകൾ, ബലപ്രയോഗം, ഗൂഢാലോചന തന്ത്രങ്ങൾ, ഭയപ്പെടുത്തി നമ്മളെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത്. നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച എസ്രയുടെ പുസ്തകത്തിൽ ഈ കാര്യം കണ്ടല്ലോ. ശത്രുക്കൾ കൂട്ടുകെട്ടുണ്ടാക്കി എങ്ങനെയെങ്കിലും പരാജയപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നത് നമ്മൾ കാണാം. കള്ളപ്രവാചന്മാരെ കൂലിക്കെടുത്തിട്ട് പ്രവചിപ്പിച്ചിട്ട് അതിനെ തടസ്സപ്പെടുത്തി കളയാനായിട്ട് ശ്രമിക്കുന്നതുണ്ട്. അകത്തു നിന്നുമുണ്ട്. പണിയിൽ ഏർപ്പെട്ടിരുന്ന ആളുകൾ
വളരെ മടുത്തു പോകുന്നത് നമുക്ക് കാണാം. പഴയ മതിലിൻ്റെ അവശിഷ്ടം വളരെ കോരിക്കളയാനുണ്ടായിരുന്നത് കൊണ്ട്, വളരെ കല്ലും മണ്ണും ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് ചുമട്ടുകാരുടെ ശക്തി ക്ഷയിച്ചു പോയതായിട്ട് നമുക്ക് കാണാം. അവരുടെ അകത്ത് ഭയമുണ്ടായി, ജീവിത ഭാരമുണ്ടായി, മുതലെടുപ്പുകൾ, അത്യാഗ്രഹങ്ങൾ, പലതരത്തിലുള്ള ഇൻറ്റേർണൽ പ്രോബ്ലംസ് ആൻഡ് എക്സ്റ്റേണൽ പ്രോബ്ലംസ്. ആത്മീയ ജീവിതത്തിൽ വ്യക്തികൾക്കും സഭകൾക്കും ദൈവവേല ചെയ്യുന്നവർക്കും ഈ രണ്ടുമുണ്ട്. ഇൻറ്റേർണൽ പ്രോബ്ലം, എക്സ്റ്റേണൽ പ്രോബ്ലം, രണ്ടും നമുക്ക് പ്രശ്നമാണ്. നമ്മൾ പലപ്പോഴും എക്സ്റ്റേണൽ മാത്രമേ കാണാറുള്ളൂ, പുറത്തുനിന്ന് വരുന്നത് മാത്രമേ കാണാറുള്ളൂ. എന്നാൽ അകത്തു നിന്നുള്ളതും പുറത്തു നിന്നുള്ളതും ഒരുപോലെ തിരിച്ചറിഞ്ഞ് രണ്ടിനെയും നേരിടണം. നെഹമ്യാവ് ഇത് രണ്ടും നേരിട്ട ഒരു ആളാണ്, നല്ലൊരു നേതാവാണ്. അദ്ദേഹം ദേശാധിപതിയായി തീരുന്നുണ്ട്. 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചായിട്ട്. 8:9. ഇതൊക്കെ പണിയാനായിട്ട് അധികാരം കൊടുത്ത് പേർഷ്യൻ രാജാവ് അയക്കുമ്പോൾ അദ്ദേഹത്തെയും നമ്മൾ നേരത്തെ കണ്ട സെരുബ്ബാബേലിനെ, എസ്രയെ പോലെയൊക്കെ ദേശാധിപതിയായിട്ട്, ഗവർണറായിട്ട് നിയമിക്കുന്നുണ്ട്. ദേശാധിപതിയായ നെഹമ്യാവും ദേശാധിപതിയായ നെഹമ്യാവ്, ആ പ്രയോഗം കണ്ടാൽ മതി. അദ്ദേഹം ജനത്തെ പഠിപ്പിച്ചു. മനസ്സിലായോ? 8:9 മുഴുവൻ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ, ദേശാധിപതിയായ നെഹമ്യാവും ശാസ്ത്രിയായ എസ്രാ പുരോഹിതനും ജനത്തെ ഉപദേശിച്ചു പോന്ന ലേവ്യരും. അപ്പോൾ ഒറ്റയാൻ പട്ടാളം അല്ല കേട്ടോ. ഈ പഠിപ്പിക്കുന്നതിനും പണിയുന്നതിനും നേതൃത്വം കൊടുത്തതിൽ നെഹമ്യാവുണ്ട്, എസ്രാ ശാസ്ത്രിയുണ്ട്, പഠിപ്പിക്കുന്ന ലേവ്യരുണ്ട്. അപ്പോൾ ഒരു ഗ്രൂപ്പിനെ തൻ്റെ കൂടെ നിൽക്കുന്നതിനായിട്ട് താൻ ഡെവലപ്പ് ചെയ്ത് വാർത്തെടുക്കുന്നുണ്ട്. അവരെല്ലാവരും കൂടെ ചേർന്നാണ് ജനസംഖ്യ എടുത്ത് പട്ടണത്തിൻ്റെ മതിൽ പണിത് തീർത്തിട്ട് ഈ പട്ടണത്തിനുള്ളിൽ താമസിക്കുവാൻ ക്രമീകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ആരൊക്കെ താമസിക്കണം, ആരൊക്കെ താമസിക്കേണ്ട എന്നൊക്കെ ഉള്ളത് തീരുമാനിക്കുന്നത്. 11-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 2-3 വാക്യങ്ങൾ വായിക്കുകയാണെങ്കിൽ ആ കാര്യം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ജനത്തിന്റെ പ്രഭുക്കന്മാർ യെരുശലേമിൽ പാർത്തു. ശേഷം ജനം 10 പേരിൽ ഒരാളെ വിശുദ്ധ നഗരമായ യെരുശലേമിൽ പാർക്കേണ്ടതിന് കൊണ്ടുവരുവാനും 9 പേരെ മറ്റു പട്ടണങ്ങളിൽ പാർപ്പിക്കുവാനും തക്കവണ്ണം ചീട്ടിട്ടു. അപ്പോൾ ആരൊക്കെ എവിടെയൊക്കെ താമസിക്കണം എന്നുള്ളതിന് വ്യക്തമായ ക്രമീകരണങ്ങൾ. അപ്പോൾ അത് വിശദമായിട്ട് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കേണ്ടതാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. 8 മുതൽ 10 വരെയുള്ള അധ്യായങ്ങൾ നോക്കുമ്പോൾ ജനത്തെ ദൈവവചനത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നതാണ് നാം കാണുന്നത്. അവിടെ എസ്രയുടെ സഹായം തേടിയിട്ട് എസ്രയാണ് അവരെ പഠിപ്പിക്കുന്നത്. നാം കഴിഞ്ഞ എസ്രയുടെ പുസ്തകം പഠിച്ച സമയത്ത്, കഴിഞ്ഞ പുസ്തകം എസ്ര പഠിച്ച സമയത്ത് ഈ 8-ാം അധ്യായത്തിൽ നിന്ന് എസ്ര ശാസ്ത്രി പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ പരിശോധിച്ചതാണല്ലോ. അതിവിടെ ഇൻകോർപ്പറേറ്റ് ചെയ്താൽ മതിയാകും. ടീച്ചിങ് ബൈ എസ്ര. എസ്ര എന്തൊക്കെ പഠിപ്പിച്ചു? ആലയത്തിൽ ആരാധന പുനഃസ്ഥാപിച്ചു, ഉത്സവങ്ങൾ പുനഃസ്ഥാപിച്ചു, വേർപെടേണ്ടവരെ വേർപെടുത്തി, അനുതാപവും മാനസാന്തരവും ഏറ്റുപറച്ചിലും ഉപവാസവും ഒക്കെ 8-9 അധ്യായങ്ങളിൽ നമുക്ക് കാണാം. എന്നിട്ട് അവർ ദൈവത്തോടൊരു പുതിയ ഉടമ്പടിയിൽ പ്രവേശിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ ജീവിതം മുമ്പോട്ട് നയിക്കാം എന്ന് സമ്മതിക്കുകയൊക്കെ ചെയ്യുന്നത് നമുക്ക് കാണാം. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് മതിൽ പ്രതിഷ്ഠിക്കുന്നത്. 12-ാം അധ്യായത്തിൻ്റെ 27 മുതൽ 47 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോഴാണ് ആ പ്രതിഷ്ഠ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു തുടങ്ങാം. യെരുശലേമിന്റെ മതിൽ പ്രതിഷ്ഠിച്ച സമയം അവർ സ്തോത്രങ്ങളോടും സംഗീതത്തോടും കൂടെ കൈത്താളങ്ങളും വീണകളും കിന്നരങ്ങളും കൊണ്ട് സന്തോഷപൂർവ്വം പ്രതിഷ്ഠ ആചരിക്കുവാൻ ലേവ്യരെ അവരുടെ സർവ്വവാസസ്ഥലങ്ങളിൽ നിന്ന് യെരുശലേമിലേക്ക് അന്വേഷിച്ചു വരുത്തി. അപ്പോൾ ഈ പ്രതിഷ്ഠിച്ച സമയത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു? സിംഗിങ്, റീഡിങ് ബൈ ലെവൈറ്റ്സ്, താങ്ക്സ് ഗിവിങ്, അല്ലേ? അവർ പാട്ടുപാടുകയും നന്ദി, സ്തോത്രം, ആരാധന അർപ്പിക്കുകയും ദൈവവചനം വായിച്ച് കേൾക്കുകയും തങ്ങളെ തന്നെ വീണ്ടും താഴ്ത്തുകയും പ്രതിഷ്ഠിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് നാം കാണുന്നത്. 13-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ജനത്തെ ശുദ്ധീകരിക്കുന്ന പ്രക്രിയ തുടരുന്നതായിട്ടാണ് നാം കാണുന്നത്. കാരണം എല്ലാ കാലഘട്ടത്തിലും നമ്മൾ ആലയം പണിത കാര്യമാണെങ്കിലും മതിൽ പണിത കാര്യമാണെങ്കിലും ഈ ജനം ശരിയായെങ്കിൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിൽക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ സമ്മിശ്ര ജാതികൾ അല്ലെങ്കിൽ ഇടകലർന്നു പോകുന്ന അപകടം എല്ലാ കാലഘട്ടത്തിലും, ഈ കാലഘട്ടത്തിലൊക്കെ ഉണ്ട്. ഇണയെല്ലാപ്പിണ. അതുകൊണ്ടല്ലേ അവിശ്വാസികളുമായി ഇണയെല്ലാപ്പിണ കൂടരുതെന്ന് പറഞ്ഞിരിക്കുന്നത്. 13-ാം അധ്യായം ഒന്ന് എടുത്തേ. അതിൽ 3-ാം വാക്യം വായിച്ചാൽ സമ്മിശ്ര ജാതികളെ വേർതിരിക്കുന്ന ശുശ്രൂഷ നെഹമ്യാവ് തുടരുന്നത് നമുക്ക് കാണാം. ആ ന്യായപ്രമാണം കേട്ടപ്പോൾ അവർ സമ്മിശ്ര ജാതികളെ ഒക്കെയും ഇസ്രായേലിൽ നിന്ന് വേർപിരിച്ചു. സമ്മിശ്ര ജാതികളെ ഇസ്രായേലിൽ നിന്ന് വേർതിരിച്ചു. അപ്പം സമ്മിശ്ര ജാതി, മിസ്രൈമിൽ നിന്ന് പോകുന്ന ആളുകളെക്കുറിച്ച് ചിന്തിച്ചാലും ഈ സമ്മിശ്ര ജാതികളാണ് ദുരാഗ്രഹികളായത്. അവരാണ് പെറുവിറുപ്പിനൊക്കെ നേതൃത്വം എടുത്തത്. അതുകൊണ്ട് എപ്പോഴും കർത്താവിന് വേണ്ടി വേർതിരിക്കവരാണെങ്കിൽ പൂർണ്ണമായിട്ട് വേർപെട്ടവരായിരിക്കണം. ഒരു സമ്മിശ്ര ജാതി, ഇടകലർന്ന ഒരു ജാതി
ഒരിക്കലും പറ്റുകയില്ല എന്ന് അറിഞ്ഞിരിക്കണം. ഇവിടെ നിങ്ങൾ 13-ാം അധ്യായം ശ്രദ്ധിച്ച് വായിക്കുകയാണെങ്കിൽ സൻബല്ലത്തിനെയും തോബിയാവിനെയൊക്കെ കാണാം. അവർക്ക് ഈ ആലയത്തിൽ എന്തുണ്ടായിരുന്നു? അറകളുണ്ടായിരുന്നു. കാരണം ചില പുരോഹിതന്മാരുടെയൊക്കെ ബന്ധുക്കളായിരുന്നു ഇവർ. ഇതൊക്കെ നമ്മൾ മെയിൻ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ആ അറകളെ എല്ലാം ശുദ്ധീകരിക്കുകയും സൻബല്ലത്തിനെയും തോബിയാവിനെയും ഓടിച്ചു കളയുകയും ഒക്കെ ചെയ്യുന്ന നെഹമ്യാവിനെ നമുക്കവിടെ കാണാം. തെറ്റായ വിവാഹ ബന്ധങ്ങളെ ശാസിക്കുകയും തിരുത്തുകയും ചെയ്യുന്നത് ഈ അധ്യായത്തിൽ നമുക്ക് കാണാം. 1-2 വാക്യങ്ങൾ വേണമെങ്കിൽ നോക്കാം. 13-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. ലേവ്യർക്ക് ഉപജീവനം കൊടുക്കായികയാൽ വേല ചെയ്യുന്ന ലേവ്യരും സംഗീതക്കാരും ഓരോരുത്തൻ താന്താന്റെ നിലത്തിലേക്ക് പൊയ്ക്കളഞ്ഞു എന്ന് ഞാൻ അറിഞ്ഞ് പ്രമാണികളെ ശാസിച്ചു. ദേവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്ത് എന്ന് ചോദിച്ച് അവരെ കൂട്ടിവരുത്തി അവരുടെ സ്ഥാനത്ത് നിർത്തി. പിന്നെ എല്ലാ യഹൂദന്മാരും ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം ഭണ്ഡാരഗൃഹങ്ങളിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ശലേമ്യ പുരോഹിതനെയും സാദോക് ശാസ്ത്രിയെയും ലേവ്യരിൽ പെദായാവെയും ഇവർക്ക് സഹായിയായിട്ട് മത്തന്യാവിന്റെ മകനായ സക്കൂരിന്റെ മകൻ ഹനാനെയും ഭണ്ഡാരഗൃഹങ്ങളുടെ മേൽവിചാരകന്മാരായി നിയമിച്ചു. അപ്പം നിയമനങ്ങൾ നടത്തി, തിരുത്തേണ്ടത് തിരുത്തി. 17-29 വാക്യങ്ങളൊക്കെ നോക്കിയാൽ ശാസിച്ചു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരുപാട് ശുദ്ധീകരണ പ്രക്രിയ അദ്ദേഹം നടത്തുന്നത് കാണാം. 11-ാം വാക്യം നോക്കിയാൽ യഥാസ്ഥാനപ്പെടുത്തി എന്നൊരു പദമുണ്ട്. 11-ാം വാക്യം 13-11. ഞാൻ അറിഞ്ഞ് പ്രമാണിച്ച് ശാസിച്ചു, ദേവാലയത്തെ ഉപേക്ഷിച്ച് കളഞ്ഞത് എന്തെന്ന് ചോദിച്ച് അവരെ കൂട്ടിവരുത്തി അവരെ സ്ഥാനത്ത് നിർത്തി. അതാണ് യഥാസ്ഥാനപ്പെടുത്തി, സ്ഥാനത്ത് നിർത്തി. 12-ാം വാക്യത്തിലാണ് ദശാംശം ശരിയാക്കി, വിശ്വസ്തന്മാരായിട്ടുള്ള മേൽവിചാരകന്മാരെ ആക്കി, പ്രബോധിപ്പിച്ചു, കൽപ്പിച്ചു, ആജ്ഞാപിച്ചു, ഓടിച്ചു കളഞ്ഞു, ശുദ്ധീകരിച്ചു, നിയമിച്ചു. ഇങ്ങനെയൊക്കെ നമ്മൾ വായിച്ച ഭാഗത്തുണ്ടായിരുന്നു. അതൊക്കെ ദയവായിട്ടൊന്ന് വായിക്കണം കേട്ടോ. അപ്പോൾ ക്രമീകരണങ്ങൾ വരണമെങ്കിൽ എന്തൊക്കെ വേണം? യഥാസ്ഥാനപ്പെടണം, വിശ്വസ്തതയുള്ള മേൽവിചാരകന്മാർ വേണം, പ്രബോധനം വേണം, ചിലപ്പോൾ കൽപ്പനയും ആജ്ഞാപിക്കുകയൊക്കെ ഉണ്ടാവും. ചിലരെ ഓടിച്ചു കളയേണ്ടതായിട്ട് വരും, ശുദ്ധീകരിക്കേണ്ടതായിട്ട് വരും, നിയമനങ്ങൾ നൽകേണ്ടതായിട്ട് വരും. ഇതിനിടയ്ക്കെല്ലാം പ്രാർത്ഥന, നിരന്തരമായിട്ടുള്ള പ്രാർത്ഥന അദ്ദേഹം തുടരുകയും ചെയ്തു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിലെ നെഹമ്യാവുമാരായിട്ട് നമ്മളൊക്കെ മാറണം എന്ന് ഞാൻ നിങ്ങളെ പ്രബോധിപ്പിക്കുകയാണ്. ഇതാണ് പുസ്തകത്തിൽ പൊതുവേ നമ്മൾ കാണുന്നത്. എന്നാൽ ഈ പുസ്തകം പഠിക്കുമ്പോൾ ഒരു അനാലിസിസ് നമ്മൾ നടത്തുന്നത് നല്ലതാണ്. നെഹമ്യാവിൻ്റെ സ്വഭാവവും നേതൃത്വ പാഠവും, ക്യാരക്ടർ ആൻഡ് ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഓഫ് നെഹമ്യ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ വളരെ പ്രചോദിപ്പിക്കുന്ന ഇൻസ്പയറിങ് ക്യാരക്ടർ ഓഫ് ദ ബൈബിളാണ് നെഹമ്യാവ് എന്നുള്ളതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിലെ ചില ഗുണവിശേഷങ്ങളും അദ്ദേഹത്തിൻ്റെ നേതൃത്വ പാഠവും പ്രത്യേകം പരിശോധിക്കേണ്ടതാണ്. ഞാൻ ഓടിച്ച ചില കാര്യങ്ങൾ പറയാനായിട്ട് താല്പര്യപ്പെടുന്നു. ഒന്നാമത്, ഹി വാസ് എ മാൻ ഓഫ് പ്രെയർ, അല്ലേ? നെഹമ്യാവിനെ കുറിച്ച് നമ്മൾ കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഒരു സാധാരണ മനുഷ്യനായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു പ്രാർത്ഥനാ മനുഷ്യനായിരുന്നു. പ്രാർത്ഥന നിരതമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തത്. താൻ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതിനിടയ്ക്ക്, ജോലി ചെയ്തതിനിടയ്ക്ക് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഇരുന്ന് കരയുകയും ഒക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഹി വാസ് നോ സ്ട്രേഞ്ചർ അറ്റ് ദ ത്രോൺ ഓഫ് ഗ്രേസ്. കൃപാസനത്തിന് അപരിചിതനല്ല. എനിക്ക് തോന്നുന്നു പല ദൈവദാസന്മാരും കൃപാസനത്തിന് അപരിചിതരാണ്. എൻ്റെ പ്രയോഗം മനസ്സിലായോ? പലർക്കും കൃപാസനവുമായിട്ട് പരിചയമില്ല. അവർക്ക് വചനവുമായിട്ട് ബന്ധം കാണും, മറ്റു പലതുമായിട്ട് ബന്ധം കാണും. എന്നാൽ ഈ മനുഷ്യൻ കൃപാസനവുമായിട്ട് വളരെ പരിചിതനായിരുന്നു. അവരുടെ ആവശ്യങ്ങളായിട്ടൊക്കെ കൃപാസനത്തിലേക്ക്. ഞാനൊന്ന് ഓടിച്ച് നിങ്ങളെ ചില വാക്യങ്ങൾ കാണിച്ചാൽ, 1-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം നോക്കിയായിട്ട് പ്രാർത്ഥനയുണ്ടോ? കൃപാസനത്തിൻ്റെ അടുത്തേക്ക് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാനിരുന്ന് കരഞ്ഞു ദുഃഖിച്ചും ഉപവസിച്ചും കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു. 6-ാം വാക്യം നോക്കിയേ. 1:6 ദാസന്മാരായ ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി രാവും പകലും നിന്റെ മുൻപാകെ പ്രാർത്ഥിച്ചു. 2:4 ഇത് കോൺസ്റ്റന്റ്. രാജാവ് എന്നോട് നിന്റെ അപേക്ഷ എന്ത് എന്ന് ചോദിച്ചു. ഉടനെ ഞാൻ സ്വർഗത്തിലെ ദൈവത്തോട് രാജാവിനോട് പറയുന്നതിന് മുമ്പ് അതിന് ഇടയ്ക്കൊരു SMS പ്രയർ എന്ന് വേണമെങ്കിൽ പറയാം. ദൈവത്തോട് പ്രാർത്ഥിച്ചു. 4:4 ഞങ്ങളുടെ ദൈവമേ കേൾക്കണമേ. 9 ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. 5:19 5-ാം അധ്യായത്തിന്റെ 19-ാം വാക്യം. എൻ്റെ ദൈവമേ പ്രാർത്ഥനയാണല്ലോ, കണ്ടോ? ഇങ്ങനെ മുമ്പോട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രാർത്ഥന നിരന്തരം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രവർത്തനമുണ്ട്. പക്ഷേ പ്രാർത്ഥനയിൽ മുക്കിപ്പൊക്കിയ ഒരു പ്രവർത്തന ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. സോ ഹി വാസ് നോട്ട് എ സ്ട്രേഞ്ചർ അറ്റ് ദ ത്രോൺ ഓഫ് ഗ്രേസ്. കൃപാസനത്തിന് വളരെ പരിചിതനായ ഒരാളാണ്. ദൈവം പറയുന്ന ആലോചനകൾ കേൾക്കുകയും ദൈവത്തോട് സംഭാഷിക്കുകയും ചെയ്യുന്ന ആൾ. അതുകൊണ്ട്
ഹി വാസ് എ കറേജിയസ് പേഴ്സൺ ഇൻ ദ ഫേസ് ഓഫ് ഡേഞ്ചർ. അപകടങ്ങളും പ്രതിസന്ധികളും ഒക്കെ വരുന്ന സമയത്ത് വളരെ ധീരതയോടെ അതിനെ നേരിടുന്ന പ്രകൃതമാണ് നെഹമ്യാവിനുണ്ടായിരുന്നത്. 6:11 വായിച്ചാൽ നമുക്കത് കാണാം. എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. അതിന് ഞാൻ എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? എന്താ എന്നെ പോലെയുള്ള ഒരാൾ ഓടിപ്പോകുമോ? ഐ എം എ കറേജിയസ് പേഴ്സൺ എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ. ഞാൻ അപകടങ്ങളുടെ മുമ്പിൽ പേടിച്ച് ഓടിപ്പോകുന്ന ഒരാളല്ല, ഞാനൊരു ധീരനാണ്. ആ ധീരത എവിടുന്നാണ് വന്നത്? ദൈവത്തിൽ നിന്നാണ്. ഗോഡ് ഗേവ് ഹിം ദ കറേജ്. കാരണം ദൈവം നമുക്ക് തന്ന ആത്മാവ് ഭീരുത്വത്തിൻ്റെ ആത്മാവല്ല, ആണോ? ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും. സോ ഐ എം കറേജിയസ്. ഇതിനെല്ലാം ധീരമായിട്ട് നേരിടുവാൻ എനിക്ക് കഴിയും. എനിക്ക് കർത്താവ് ഉള്ളതുകൊണ്ട് ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് വിച്ച് സ്ട്രെങ്തനത്ത് മീ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഏത് പ്രതിസന്ധിയെയും നേരിടുവാൻ ഞാൻ ശക്തനാണ്. എന്നെപ്പോലെയുള്ള ഒരുവൻ ഓടിപ്പോകുമോ? അദ്ദേഹത്തിൻ്റെ കറേജാണ് അവിടെ നമ്മൾ നേതാക്കന്മാർക്ക് വേണ്ട ഒരു പ്രധാനപ്പെട്ട ക്വാളിറ്റിയാണ് അത് കേട്ടോ. വീണ്ടും നമ്മൾ കാണുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു ജെനുവിൻ കൺസേൺ ഫോർ ദി വെൽഫെയർ ഓഫ് അതേഴ്സ്. തനിക്ക് നന്മ വരണമെന്നല്ല ആഗ്രഹിച്ചത്. ഈ മതിൽ പണിതത് കൊണ്ട് നെഹമ്യാവിന് എന്താ നേട്ടം? എന്ത് കിട്ടാനാ? മറ്റുള്ള ആളുകൾക്ക്, ആ യെരുശലേമിൽ വസിക്കുന്നവർക്ക് നന്മ വരാൻ വേണ്ടിയാണ്. സോ സെൽഫ്ലെസ് സർവീസാണ് അദ്ദേഹം നടത്തിയത്. ജെനുവിൻ കൺസേൺ ഫോർ ദ വെൽഫെയർ ഓഫ് അതേഴ്സ്. മറ്റുള്ള ആളുകൾക്ക് നന്മ വരണമെന്നുള്ള ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തിൽ നിന്നാണ് അദ്ദേഹം ഈ പ്രവൃത്തിയൊക്കെ ചെയ്യുന്നത്. ശത്രുക്കളെ പോലും ഇതിനകത്തുണ്ട്. കാരണം ഇതിനകത്ത് ഒരുപാട് ശത്രുക്കളും എതിരാളികളൊക്കെ ഉണ്ടല്ലോ, അവർക്കും നന്മ വരണം. 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാൽ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി. ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വരവിനെ കുറിച്ച്. ഇത് കേട്ടപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നത്. കണ്ടോ, ഇസ്രായേൽ മക്കൾക്ക് ഗുണം ചെയ്യാൻ ഒരാൾ വന്നു. ഇങ്ങനെയാണ് നമ്മളെക്കുറിച്ചും ആളുകൾ കാണേണ്ടത്. ഇവിടെ വസിക്കുന്ന ആളുകൾക്ക് ഗുണം ചെയ്യുവാൻ ഒരാൾ വന്നു. ഉപദ്രവിക്കാൻ ഒരാൾ വന്നെന്നല്ല, ഗുണം വെൽഫെയർ ഓഫ് അതേഴ്സ്. എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ടാണ് അദ്ദേഹം വന്നത്. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൻ്റെ സ്വഭാവത്തിൻ്റെ സവിശേഷതകളാണ് എന്ന് അറിയുക. വ്യക്തമായൊരു ദർശനം അദ്ദേഹത്തിനുണ്ടായിരുന്നു അല്ലേ. ഏത് സാഹചര്യത്തിലും എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് കീൻ ഫോർസൈറ്റ് എല്ലാം കൃത്യമായിട്ട് കണ്ടാണ് അദ്ദേഹം ചെയ്തത്. ദൈവത്തിൽ നിന്നാണ് ആ വെളിപ്പാട് അദ്ദേഹത്തിന് ലഭിച്ചതെന്നുള്ള കാര്യം അറിയണം. അതുകൊണ്ട് എല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടാണ്. വ്യക്തമായ തീരുമാനങ്ങളും പ്ലാനിങ്ങും. 2-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം വായിച്ചാൽ മരം ലഭിക്കുവാൻ രാജാവിൽ നിന്ന് കൽപ്പന വാങ്ങുന്നത് നമുക്ക് കാണാം. മരം വേണം, അതിന് വാതിലുകൾ വെക്കാനായിട്ട് കല്ല് വേണം, പല കാര്യങ്ങൾ വേണം. അതിന് എവിടുന്ന് കിട്ടും, എങ്ങനെ, ആരുടെ എന്ന് ചോദിച്ചാൽ എങ്ങനെ അത് മേടിക്കാം? 2:8. ആലയത്തോട് ചേർന്ന കോട്ടവാതിലുകൾക്കും പട്ടണത്തിന്റെ മതിലിനും ഞാൻ ചെന്ന് പാർക്കുവാനിരിക്കുന്ന വീട്ടിനും വേണ്ടി ഉത്തരം മുതലായവ ഉണ്ടാക്കുവാൻ രാജാവിന്റെ വനവിചാരകനായ ആസാഫ് എനിക്ക് മരം തരേണ്ടതിന് അവന് ഒരു എഴുത്തും നൽകണമേ എന്നും. കണ്ടോ പ്ലാനിങ് കണ്ടോ? അപ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ വേണം, അതിന് എന്ത് എഴുത്ത് മേടിക്കണം, ആരെ കാണണം, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനെ കാണണം അല്ലേ, അതിൽ വനവിചാരകൻ രാജാവിനെ കാണണം, അവിടുന്ന് ഒരു എഴുത്ത് മേടിച്ച് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ കൊടുക്കണം, അവിടുന്ന് വേണം മരം മുറിച്ചുകൊണ്ട് വരാനായിട്ട്. ഇങ്ങനെ വ്യക്തമായിട്ടുള്ള ദർശനവും വ്യക്തമായിട്ടുള്ള പ്ലാനിങ്ങും, കെയർഫുൾ പ്ലാനിങ് ആൻഡ് സ്ട്രാറ്റജി അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് വരുന്നത് നമുക്ക് കാണാം. അതെങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചാൽ ഹി മെയ്ഡ് ക്ലിയർ ഡിസിഷൻസ്. 5-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം നോക്കിയാട്ടെ, എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം ഞാൻ പ്രവർത്തിച്ചു. എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം, അതിനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത് തിങ്കിങ് കപ്പാസിറ്റി. എൻ്റെ മനസ്സുകൊണ്ട് ആലോചിച്ച ശേഷം. അപ്പോൾ ഇരുന്ന് ആലോചിച്ച് ചിന്തിച്ച് പ്ലാൻസും സ്ട്രാറ്റജീസും ഒക്കെ തയ്യാറാക്കി പ്രാർത്ഥിച്ച് ദൈവകൃപയിൽ ആശ്രയിച്ചിട്ടാണ് നടപടികളിലേക്ക് അദ്ദേഹം പോകുന്നത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒരു അൺകോമൺലി എംപതറ്റിക് എന്ന് വേണമെങ്കിൽ പറയാം, അസാധാരണമായ സഹാനുഭൂതിയുള്ള ഒരാളായിട്ടാണ് നാം നെഹമ്യാവിനെ കാണുന്നത്. ആളുകളുടെ പരാതികൾ കേൾക്കുന്നു, പരാതി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ അദ്ദേഹം സ്വീകരിക്കുന്നു, ജനങ്ങളുടെ ആവലാതികളെല്ലാം കേട്ട് അതിന് പരിഹാരം നിർദ്ദേശിച്ച് ഓരോരുത്തരും വേണ്ട തരത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നതിനായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകി യാഥാർത്ഥ്യ ബോധത്തോടെ പ്രവർത്തിക്കുന്ന ഒരു നേതാവിനെയാണ് നാം കാണുന്നത്. അതിനിടയ്ക്ക് പ്രാർത്ഥിക്കാനും പോകും, കാവൽക്കാരെയാക്കും, പ്രാർത്ഥിക്കാൻ പോകും. പ്രാർത്ഥന ഒട്ടും അദ്ദേഹം മുടക്കിയിട്ടില്ല. 4:9 നമ്മൾ നേരത്തെ വായിച്ചതാണ്, ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ പ്രാർത്ഥിച്ചു, രാവും പകലും കാവൽക്കാരെ ആക്കി. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ഞങ്ങളുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. പ്രാർത്ഥിക്കുകയും രാവും പകലും കാവൽക്കാരെ ആക്കുകയും ചെയ്യുന്നു. ആൻഡ് ഹി അക്സെപ്റ്റഡ് റെസ്പോൺസിബിലിറ്റീസ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു, അതിൽ നിന്നും ഒളിച്ചോടുന്നില്ല.
വളരെ ഇൻറ്റൻഷനോടുകൂടെ ജോലി ചെയ്ത് തീർക്കുന്നതിനായിട്ട് ഉത്തരവാദിത്തങ്ങൾ, വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണാം. ആൻഡ് ഹി വാസ് എ വിഗറസ് അഡ്മിനിസ്ട്രേറ്റർ, ഒരു ഊർജ്ജസ്വലനായ ഭരണാധികാരി. ദേശാധിപതി എന്നുള്ളത് കേട്ടല്ലോ. അപ്പോൾ ഊർജ്ജസ്വലനായ ഭരണാധികാരിയായിരുന്നു. ശാന്തമായിട്ട് പ്രതിസന്ധികളെ നേരിടുകയും അവയെ തരണം ചെയ്യുകയും ചെയ്യുന്ന ധീരമായിട്ടുള്ള നടപടികൾ പല കാര്യങ്ങളിലും അദ്ദേഹം എടുക്കുന്നത് നമുക്ക് ഈ ജീവിതചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് ജനപിന്തുണയോടുകൂടെ ദൈവത്തിൻ്റെ ആലോചനപ്രകാരം ദൈവം പറഞ്ഞതനുസരിച്ച് പണി പൂർത്തീകരിക്കുന്ന ഒരു ശക്തനായ നേതാവിനെയാണ് നമുക്ക് നെഹമ്യാവിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തന്ത്രത്തിനകത്ത് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ 2:18 2-ാം അധ്യായത്തിൻ്റെ 19-20 വാക്യങ്ങളിലും ഉള്ളത് നമുക്കൊന്ന് നോക്കാം. 2:18 എന്റെ ദൈവത്തിന്റെ കൈ എനിക്ക് അനുകൂലമായിരുന്നതും രാജാവ് എന്നോട് കൽപ്പിച്ച വാക്കുകളും ഞാൻ അറിയിച്ചപ്പോൾ അവർ നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആ നല്ല പ്രവൃത്തിക്കായി അന്യോന്യം ധൈര്യപ്പെടുത്തി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നാം എഴുന്നേറ്റ് പണിയുക എന്ന് പറഞ്ഞാൽ സെൽഫിഷായിട്ട് പണിയല്ല, അന്യോന്യം പ്രബോധിപ്പിച്ചു, അന്യോന്യം പ്രോത്സാഹിപ്പിച്ചു, അന്യോന്യം ധൈര്യപ്പെടുത്തി. വായിച്ചാട്ടെ, അന്യോന്യം ധൈര്യപ്പെടുത്തി. എന്നാൽ ഹൊരാന്യനായ സൻബല്ലത്തും അമോന്യനായ ദാസൻ തോബിയാവും അരാബ്യനായ ഗശേമും ഇത് കേട്ടിട്ട് ഞങ്ങളെ പരിഹസിച്ചു നിന്ദിച്ചു. നിങ്ങൾ ചെയ്യുന്ന ഈ കാര്യം എന്ത്? നിങ്ങൾ രാജാവിനോട് മത്സരിപ്പാൻ ഭാവിക്കുന്നുവോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ അവരോട്, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റു പണിയും. അവന്റെ ദാസന്മാരായ ഞങ്ങൾ എഴുന്നേറ്റ് പണിയും. നിങ്ങൾക്കോ യെരുശലേമിൽ ഒരു ഓഹരിയും അവകാശവും ജ്ഞാപകവും ഇല്ല എന്നുത്തരം പറഞ്ഞു. സോ ഹി വാസ് കറേജിയസ് ആൻഡ് ഹി എൻകറേജ്ഡ്. അദ്ദേഹം ധീരനായിരുന്നു, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ചു, മറ്റുള്ളവരെ ധൈര്യപ്പെടുത്തി. പണിത ആളുകളുടെ പേരും വിവരങ്ങളും ഒക്കെ ഒരു സ്മരണ പുസ്തകത്തിൽ രേഖപ്പെടുത്തി എന്നുള്ളതും ഈ പണിയിൽ ഏർപ്പെട്ട ആളുകൾ ആരായിരുന്നു എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരവരുടെ വീടിൻ്റെ മുൻവശമാണ് അവരവരെ പണിയേണ്ടത്. പണിത് കഴിഞ്ഞിട്ടാണ് വാതിലുകൾ ഉറപ്പിക്കുന്നത്. 3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. അങ്ങനെ ആദ്യം പണിത് ആരാണെന്ന് നോക്കിയേ. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശിബും അവന്റെ സഹോദരന്മാരായ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടിൻ വാതിൽ പണിതു. അപ്പൊ ആദ്യം പണിതത് ആരാ? മഹാപുരോഹിതനും ലേവ്യരും പുരോഹിതന്മാരും ഒക്കെയാണ്. അപ്പോൾ അവരെല്ലാം മാറി നിന്നിട്ട് ജനത്തെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ല, അവരും ആ പണിയിലേക്ക് വരുന്നതാണ് നാം കാണുന്നത്. 8-ാം വാക്യം വായിക്കുമ്പോൾ തട്ടാനും തൈലക്കാരനും കച്ചവടക്കാരും പ്രഭുക്കന്മാരും നാട്ടിൻപുറംകാരും ദൈവാലയദാസന്മാരും സകല ആളുകളും പണിയിൽ പങ്കാളികളാകുന്നത് കാണാം. അവന്റെ അപ്പുറം തൈലക്കാരിൽ ഒരുവനായ ഹനന്യാവ് അറ്റകുറ്റം തീർത്തു. തൈലക്കാരൻ അറ്റകുറ്റം തീർത്തു. വീതിയുള്ള മതിൽ വരെ യെരുശലേമിനെ ഉറപ്പിച്ചു. അവന്റെ അപ്പുറം ഹരൂമഫിന്റെ മകൻ യെദയ്യാവ് തന്റെ വീട്ടിന് നേരെയുള്ള ഭാഗം അറ്റകുറ്റം തീർത്തു. മറ്റൊരു ഭാഗം ചൂളകളുടെ ഗോപുരവും ഹാരീമിന്റെ മകൻ മൽക്കിയാവ് ഹസത്ത് മോവാബിന്റെ മകൻ ഹശ്ബൂവും അറ്റകുറ്റം തീർത്തു. ചുരുക്കം പറഞ്ഞാൽ അവിടെ തട്ടാൻ തൈലക്കാരൻ, കച്ചവടക്കാര്, പ്രഭുക്കന്മാര്. 22-ാം വാക്യം വായിച്ചേട്ടെ. 22-ാം വാക്യം. അതിന്റെ ശേഷം നാട്ടിൻപുറക്കാരനായ പുരോഹിതന്മാർ അറ്റകുറ്റം തീർത്തു. നാട്ടിൻപുറക്കാരായ പുരോഹിതന്മാർ. 26-ാം വാക്യം, 26-ാം വാക്യം. ദേവാലയദാസന്മാർ ഓഫേലിൽ കിഴക്ക്. ദേവാലയദാസന്മാർ പണിയാനായിട്ട് വരുന്നു. 31-32 വാക്യങ്ങൾ. 31-32. അതിനുശേഷം തട്ടാന്മാരിൽ ഒരുവനായ മൽക്കിയാവ്. തട്ടാന്മാർ കണ്ടോ? തട്ടാന്മാര്, തൈലക്കാരൻ, കച്ചവടക്കാരൻ, പ്രഭുക്കന്മാര്, നാട്ടിൻപുറംകാര്, ദൈവാലയദാസന്മാര്. വായിച്ചോളൂ. 31-32. ഹമ്മിഫ് ഗാദ് വാതിലിന്റെ നേരെ ദേവാലയദാസന്മാരുടെയും കച്ചവടക്കാരുടെയും സ്ഥലം വരെയും കോണിങ്കലെ മാളിക മുറി വരെയും അറ്റകുറ്റം തീർത്തു. കോണിങ്കലെ മാളിക മുറിക്കും ആട്ടുവാതിലിന് മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റം തീർത്തു. എല്ലാത്തരം ആളുകളും ഇവരെല്ലാം മൊബിലൈസ് ചെയ്യാനായിട്ട് നേതൃത്വപാഠവും വേണ്ടേ, ദൈവകൃപ വേണ്ടേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു പണിയാണ്. അല്ല ചില ആളുകൾ മാത്രമല്ല, സകല ആളുകളെയും മൊബിലൈസ് ചെയ്തിട്ട് എല്ലാവരും കൂടെ ചേർന്ന് മതിൽ പണിയുന്ന ഒരു മാതൃകയാണ് നെഹമ്യാവ് കാണിച്ചു തരുന്നത്. എന്നാൽ പണിയിൽ സഹകരിക്കാനൊരു കൂട്ടരുണ്ട് കേട്ടോ. 5-ാം വാക്യം, 3-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം നോക്കുമ്പോൾ, ശ്രേഷ്ഠന്മാർ കർത്താവിൻ്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. എന്നാൽ അവരുടെ ശ്രേഷ്ഠന്മാർ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുത്തില്ല. ശ്രേഷ്ഠന്മാരും ശ്രേഷ്ഠദാസന്മാരും ഒന്നും ചുമൽ കൊടുക്കുകയില്ല ചിലപ്പോൾ കേട്ടോ. സൂക്ഷിക്കണം. ശ്രേഷ്ഠന്മാർ, ഞാൻ വളരെ ശ്രേഷ്ഠനാണെന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് ഇതിലേക്ക്. എന്നാൽ
ഇതാ തട്ടാൻ തൈലക്കാരൻ, കച്ചവടക്കാരൻ, സാധാരണ ജനങ്ങൾ, അല്ലേ, നാട്ടിൻപുറക്കാർ, ദേവാലയദാസന്മാർ, ഇവരെല്ലാം പങ്കാളികളാകുമ്പോൾ ഞാൻ ശ്രേഷ്ഠനാണ്, എൻ്റെ കയ്യിൽ ഇതിലൊന്നും മതിൽ പണിയിലെ ചെളിയും മണ്ണും കല്ലും ഒന്നും എടുക്കാൻ പറ്റിയതല്ല എന്ന് വിചാരിച്ച് മാറി നിൽക്കുന്ന ആളുകൾക്ക്, അങ്ങനെയുള്ളവരില്ലേ, അങ്ങനെയുള്ളവർക്ക് ഈ പണിയിൽ പങ്കാളിത്തം ഇല്ല. അത് അന്നും അങ്ങനെ തന്നെ ആയിരുന്നു. ബാക്കിയുള്ള എല്ലാ ആളുകളെയും മൊബിലൈസ് ചെയ്തുകൊണ്ടാണ് 4-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പോൾ എതിർപ്പുകളെയൊക്കെ അതിജീവിച്ച് അദ്ദേഹം ഈ പണി പൂർത്തീകരിച്ച് ജനത്തെയും പണിത് മതിൽ പ്രതിഷ്ഠിക്കുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് അദ്ദേഹത്തിൽ നിന്ന് ഈ നെഹമ്യാവിൽ നമ്മൾ പഠിക്കേണ്ട ഒരുപാട് ഗുണവിശേഷങ്ങളുണ്ട്. ഒന്നാമത്, വിശ്വസ്തനായ ഒരു വേലക്കാരൻ, ദൈവത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശ്വസ്തനായിട്ടുള്ളൊരു വേലക്കാരൻ. അദ്ദേഹം ഒരുക്കമുള്ള ഒരാളായിരുന്നു. അവൈലബിലിറ്റി, അദ്ദേഹം ദൈവത്തിൻ്റെ വേലയ്ക്ക് വേണ്ടി എപ്പോഴും ദൈവത്തിന് ലഭ്യമായിരുന്നു. കൃപാസനത്തിൽ എപ്പോഴും ഉള്ള ആളായതുകൊണ്ട് ദൈവത്തിന് ആലോചനകൾ കൊടുത്ത് അദ്ദേഹത്തെ ഉപയോഗിക്കാൻ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരുടെ ഭാരങ്ങളൊക്കെ ഏറ്റെടുത്തിട്ട് ദൈവസന്നിധിയിൽ അവതരിപ്പിക്കാനായിട്ട് ദൈവത്തിൻ്റെ ഭാരങ്ങൾ അദ്ദേഹത്തിൻ്റെയും ഭാരമായിട്ട് മാറുന്നത് നമുക്ക് കാണാം. പ്രാർത്ഥനയും പ്രവർത്തനവും പല പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ദൈവം ചിലപ്പോഴൊക്കെ നമുക്കെതിരെ ശത്രുക്കളെ അനുവദിക്കും നമ്മൾ കൂടുതൽ ദൈവത്തിൽ ആശ്രയിക്കാനായിട്ട്. അതുകൊണ്ട് നമ്മളെ പണിയുമ്പോഴും മതിൽ പണിയുമ്പോഴും ഒക്കെ ഈ എതിർപ്പുകളെ നേരിട്ട് എങ്ങനെ മുമ്പോട്ട് പോകണമെന്നുള്ളതിന് വ്യക്തമായ ലക്ഷ്യബോധവും ശുശ്രൂഷാബോധവും എല്ലാം ചേർന്ന് പ്രവർത്തിച്ച ഒരു നേതാവിനെയാണ് നെഹമ്യാവിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അദ്ദേഹം കൂടെ പ്രവർത്തിച്ചവരുടെ ധാർമ്മിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിക്കുകയും അവരെ ശക്തീകരിക്കുകയും ധൈര്യപ്പെടുത്തുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തത് നമുക്ക് കാണാം. അതുകൊണ്ട് ജനത്തിൻ്റെ വിശ്വാസം വളർത്തി എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് കൈകോർത്ത് പിടിച്ച് നാം മതിൽമേൽ ചിതറിയിരിക്കുന്നു, അവിടെ ആ പണികളൊക്കെ പൂർത്തീകരിച്ച് പരസ്പരം പ്രോത്സാഹിപ്പിച്ച് ദൈവം ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുവാനായിട്ട് തിരുത്തേണ്ടടുത്ത് പരസ്പരം തിരുത്തി കൊടുക്കുന്നത് നമുക്ക് കാണാം. ന്യൂനതകൾ കണ്ടുപിടിച്ച് അവ തിരുത്തുന്നത് നമുക്ക് കാണാം. ജനങ്ങളുടെ പരാതികൾ കേട്ട് അവ പരിഹരിക്കുന്നത് കാണാം. ഇങ്ങനെ വളരെ മനോഹരമായിട്ട് ദൈവകൃപയിൽ ആശ്രയിച്ച് ഈ പണികൾ പൂർത്തീകരിച്ച ഒരു നേതാവിനെയാണ് നമ്മൾ കാണുന്നത്. നേതാക്കന്മാരിൽ നമ്മൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പണി ഏറ്റെടുത്ത ഉത്തരവാദിത്തം തീർക്കണമെന്നുള്ളതാണ്. 6-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യം വായിച്ചു നോക്കിയാൽ ഇങ്ങനെ മതിൽ പണി തീർത്തു എന്ന് നാം കാണുന്നുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ചെയ്തേച്ച് ഇട്ടിട്ട് പോവുകയല്ല. ഇങ്ങനെ മതിൽ 52 ദിവസം പണിത് ഏലൂൽ മാസം 25-ാം തീയതി തീർത്തു. പണി തീർത്തു. ദ ബെസ്റ്റ് ലീഡർഷിപ്പ് ഈസ് അച്ചീവ്മെന്റ് ഓഫ് ദി ഓബ്ജക്റ്റ്. ലക്ഷ്യം നേടുന്നതാണ് ഏറ്റവും നല്ല നേതൃത്വം എന്ന് പറയുന്നത്. നെഹമ്യാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന റെക്കോർഡ് എന്താണെന്ന് ചോദിച്ചാൽ സോ ദ വാൾ വാസ് കംപ്ലീറ്റഡ്. മനസ്സിലായോ? ഇങ്ങനെ മതിൽ പണി തീർന്നു, താൻ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിച്ചു. അതാണ് നെഹമ്യാവിൽ നാം പഠിക്കേണ്ടത്. തുടങ്ങി എവിടെയെങ്കിലും ഇട്ടേച്ച് പോവുകയല്ല, അത് കൃത്യമായിട്ട്. നെഹമ്യാവിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പഠിക്കാനുണ്ട്. നെഹമ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ നമ്മൾ പഠിച്ച 2 കാര്യങ്ങളും കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഒന്ന്, യഹൂദന്മാരുടെ മാസങ്ങളെക്കുറിച്ച്, ഈ 12 മാസങ്ങൾ, അവരുടെ കലണ്ടറിനെ കുറിച്ച് നമ്മളൊരു ബോധ്യം ഉണ്ടാക്കിയത് നെഹമ്യാവിനെക്കുറിച്ച് പഠിച്ചപ്പോഴാണ്. അവരുടെ 12 മാസങ്ങളുടെ പേര് മാത്രം ഞാനിപ്പോൾ ഒന്ന് പറഞ്ഞേക്കാം. കൂടുതൽ ഡീറ്റെയിൽസും വാക്യങ്ങളും ഒക്കെ മെയിൻ ലിങ്ക് ഉണ്ടല്ലോ ഡിസ്ക്രിപ്ഷൻ പേജിൽ, അതിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കിട്ടും. മാസങ്ങളുടെ പേരുകൾ: ആബീബ് മാസം, സീവ് മാസം, സീവാൻ മാസം, തമ്മൂസ്, അബ്ബ്, ഏലൂൽ, ഏഥാനീം, ബൂൽ, കിസ്ലേവ്, തേബേത്ത്, ശെബാത്ത്, ആദാർ. ഈ മാസങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഈ മാസങ്ങളുടെ പേര് പറഞ്ഞപ്പോൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഇവർക്ക് 2 പുതുവത്സരങ്ങളുണ്ട്. ഒന്ന് മതപരമായിട്ടുള്ള ആചാരങ്ങൾക്കുള്ള പുതുവത്സരം, മറ്റേത് കലണ്ടർ ഇയർ എന്ന് പറയും. സാധാരണ നമ്മൾ പുതുവത്സരം എന്ന് പറയുന്നത് പോലെ. അതിൽ ആബീബ് മാസം എന്ന് പറഞ്ഞു തുടങ്ങിയത് അവരുടെ ആത്മീയ കാര്യങ്ങളുടെ ആരംഭമാണ്. കാരണം കർത്താവ് പറഞ്ഞല്ലോ, ഈ മാസം നിങ്ങൾക്ക് മാസങ്ങളുടെ ആരംഭമായിരിക്കണം. അവിടെ ഒരു ആത്മീയ കാര്യം സംഭവിച്ചതുകൊണ്ടാണ്. എന്നാൽ സാധാരണയുള്ള വർഷം കണക്കാക്കുമ്പോൾ, അല്ലെങ്കിൽ ഭരണവർഷം സിവിൽ ഇയർ ആരംഭിക്കുന്നത് ഏഥാനീം മാസത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് ഒരു കാഹളധ്വനി പെരുന്നാളൊക്കെ ഉണ്ട് പുതുവത്സരം അറിയിക്കാനായിട്ട്. ഏഥാനീം മാസമുണ്ട്, ആബീബ് മാസമുണ്ട്. 2 തരത്തിലാണ് അവരുടെ മാസങ്ങളുടെ ക്രമം പോകുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഈ ഡീറ്റെയിൽസൊക്കെ നിങ്ങൾക്ക് മറ്റു പുസ്തകങ്ങളിൽ നിന്നും കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എങ്കിലും ഇത് നമ്മൾ പഠിച്ചതാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം പഠിച്ചപ്പോൾ ഈ യെരുശലേമിൻ്റെ മതിലിലുള്ള 12 വാതിലുകളെക്കുറിച്ചും വാതിലുകളുടെ പേരുകളെക്കുറിച്ചും അതിൻ്റെ അർത്ഥത്തെക്കുറിച്ചും ഒക്കെ നമ്മൾ പരാമർശിച്ചിരുന്നു. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ,
പുതിയ യെരുശലേം പട്ടണത്തിനും എന്തുണ്ട്? 12 വാതിലുകളുണ്ട്. അത് വായിക്കാൻ വേണമെങ്കിൽ വെളിപ്പാട് 21 അധ്യായത്തിൻ്റെ 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, വെളിപ്പാട് പുസ്തകം പഠിച്ചപ്പോൾ നമ്മളിത് പരിശോധിച്ചതാണ്. വെളിപ്പാട് 21 അധ്യായത്തിൻ്റെ 12, 13, 14 വാക്യങ്ങൾ. അതിന് പൊക്കമുള്ള വൻമതിലും 12 ഗോപുരവും 12 ഗോപുരവും ഗോപുരങ്ങളിൽ 12 ദൂതന്മാരുമുണ്ട്. 12 ഗോപുരങ്ങൾ എന്ന് പറഞ്ഞാൽ 12 വാതിലുകൾ ഉണ്ട്. ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേർ കൊത്തിയിട്ടുമുണ്ട്. കിഴക്ക് 3 ഗോപുരം, വടക്ക് 3 ഗോപുരം, തെക്ക് 3 ഗോപുരം, പടിഞ്ഞാറ് 3 ഗോപുരം. അങ്ങനെ 12 ഗോപുരം എന്ന് പറഞ്ഞാൽ വാതിലാണ്, ഗേറ്റുകളാണ്. യെരുശലേമിൻ്റെ പഴയ യെരുശലേമിൻ്റെ മതിലിലും 12 വാതിലുകളുണ്ട്. പുതിയ യെരുശലേമിൻ്റെ മതിലിലും 12 വാതിലുകളുണ്ട്. അപ്പോൾ ഈ പഴയ യെരുശലേമിലുള്ള മതിലിലുള്ള 12 വാതിലുകളുടെ പേര് മാത്രം നമുക്കിവിടെ പരാമർശിക്കാം. കൂടുതൽ വിശദാംശങ്ങൾ നമ്മൾ മെയിൻ ക്ലാസ്സുകൾ എടുത്തപ്പോൾ പറഞ്ഞിട്ടുള്ളത് ഡിസ്ക്രിപ്ഷൻ പേജിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്ത് അതിൽ കയറിയാൽ നിങ്ങൾക്ക് കിട്ടും. ആട്ടിൻ വാതിൽ, മീൻ വാതിൽ, പഴയ വാതിൽ, താഴ്വര വാതിൽ, കുപ്പവാതിൽ, ഉറവ് വാതിൽ, നീർവാതിൽ, കുതിരവാതിൽ, കിഴക്കേ വാതിൽ, ഹമീദ് ഖാദ് വാതിൽ, കോൺ വാതിൽ അല്ലെങ്കിൽ കാരാഗ്രഹ വാതിൽ, എഫ്രൈം വാതിൽ അല്ലെങ്കിൽ ബെന്യാമീൻ വാതിൽ. ഈ വാതിലുകളുടെ എല്ലാം പേര് 3 അധ്യായത്തിലുണ്ട്. 3 അധ്യായത്തിൻ്റെ 1, 3, 6, 13, 14, 15, 26, 28, 29, 31 വാക്യങ്ങൾ കാണുക. ആ വാക്യങ്ങളിൽ നിന്നെല്ലാം ഈ വാതിലുകളുടെ പേരുകൾ നിങ്ങൾക്ക് എഴുതിയെടുക്കാനായിട്ട് സാധിക്കും. ഈ വാതിലുകൾക്കൊക്കെ ആത്മീയ അർത്ഥമുണ്ട്. ആ അർത്ഥവും നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ഗ്രഹിക്കുക. നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് ഈ കാര്യങ്ങളാണ് നമുക്ക് പൊതുവെ ഗ്രഹിക്കുവാനായിട്ടുള്ളത്. നെഹമ്യാവിനെ പോലുള്ള ആത്മീയ നേതാക്കന്മാരായി മാറുവാൻ ഈ ക്ലാസ് ശ്രദ്ധിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൃപ തരട്ടെ. ആത്മീയ നേതൃത്വത്തിൻ്റെ ഏറ്റവും വലിയ ഓബ്ജക്റ്റ് എന്ന് പറയുന്നത് അച്ചീവിങ് ദ ടാർഗറ്റ്. ഇങ്ങനെ നെഹമ്യാവ് മതിൽ പണിത് തീർത്തു എന്ന് പറഞ്ഞതുപോലെ നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കുന്നതിനായിട്ട് പ്രാർത്ഥനയോടെ ദൈവത്തിൽ ആശ്രയിച്ച് വ്യക്തമായ ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്നവരായി തീരുവാനായിട്ട് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം.